ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും അവയുടെ പ്രധാന ധർമ്മങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മസ്തിഷ്കത്തെക്കുറിച്ചുള്ള കുറച്ച് പൊതുവിവരങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ധർമ്മമാണ് എല്ലാ ജീവൽ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണവും ഏകോപനവും. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പ്രധാന ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? മസ്തിഷ്കമാണ്. പ്രായപൂർത്തിയായ ഒരാളുടെ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം 1300 ഗ്രാം മുതൽ 1400 ഗ്രാം വരെയാണ്. 8 വയസ്സാകുന്നതോടെ മസ്തിഷ്കം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു. അപ്പം ഒരു കുഞ്ഞ് ജനിച്ച് 8 വയസ്സിനുള്ളിൽ ആ കുഞ്ഞിൻ്റെ മസ്തിഷ്കം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു. ഇനി തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം അഥവാ തലയോട്ടി എന്നറിയപ്പെടുന്നത്. ഇനി തലയോട്ടിയിൽ അല്ലെങ്കിൽ കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 8 അസ്ഥികൾ ഉൾക്കൊള്ളുന്നതാണ് കപാലം. തലച്ചോർ, സുഷ്മന എന്നിവയെ പൊതിഞ്ഞ് കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. അപ്പോൾ മസ്തിഷ്കത്തെയും അതുപോലെ തന്നെ സുഷ്മനയെയും പൊതിഞ്ഞിരിക്കുന്ന സ്തരപാളി ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസറാണ് മെനിഞ്ചസ്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. തലച്ചോറിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആവരണം ഏതാണെന്നുള്ളത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. സെറിബ്രോസ്പൈനൽ ദ്രവം. എന്താണ് സെറിബ്രോസ്പൈനൽ ദ്രവം? അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. മെനിഞ്ചസിൻ്റെ മസ്തിഷ്ക അറകളിലും ആന്തരപാളികളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ഈ സെറിബ്രോസ്പൈനൽ ദ്രവം രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും തിരികെ രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പം സെറിബ്രോസ്പൈനൽ ദ്രവം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? രക്തത്തിൽ നിന്നുണ്ടായിട്ട് വീണ്ടും രക്തത്തിലേക്ക് തന്നെ അത് ആഗിരണം ചെയ്യപ്പെടുന്നു. ഇനി സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മസ്തിഷ്ക കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുക, അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ മർദ്ദം ക്രമീകരിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് മസ്തിഷ്കത്തെ സംരക്ഷിക്കുക എന്നിവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. ഇനി നമ്മൾ മെനിഞ്ചസിനെ കുറിച്ച് പഠിച്ചു. തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന സ്തരപാളിയാണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിലുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധ ഏതാണ്? മെനിഞ്ചൈറ്റിസ്. വൈറസ്, ബാക്ടീരിയ, പരാതങ്ങൾ, ഫംഗസ് എന്നിവയുടെ പ്രവർത്തനം മൂലമാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുന്നത്. ഇനി മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധനയാണ് CSF പരിശോധന. അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കുത്തിയെടുത്തിട്ടാണ് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അങ്ങനെയാണ് മെനിഞ്ചൈറ്റിസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ മസ്തിഷ്കത്തെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. മസ്തിഷ്കത്തെ 3 പ്രധാന ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. പൂർവ്വ മസ്തിഷ്കം അഥവാ ഫോർ ബ്രെയിൻ, മധ്യ മസ്തിഷ്കം അഥവാ മിഡ് ബ്രെയിൻ, പിൻ മസ്തിഷ്കം അഥവാ ഹിൻഡ് ബ്രെയിൻ. പൂർവ്വ മസ്തിഷ്കത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. പിൻ മസ്തിഷ്കത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് പോൺസ്, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ. ഇനി നമുക്ക് ഇവ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് മസ്തിഷ്കത്തിൻ്റെ ഛേദമാണ്. അതിൽ മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലോങ്കേറ്റ. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. ഇനി സെറിബ്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. അപ്പോൾ ബുദ്ധി, ചിന്ത, ഓർമ്മ, ഭാവന തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുകയും ചെയ്യുന്ന ഭാഗമാണ് സെറിബ്രം. അതായത് കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശനം തുടങ്ങിയ ഇന്ദ്രിയ അനുഭവങ്ങളെല്ലാം ഉളവാക്കുന്നത് സെറിബ്രമാണ്. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള ബാഹ്യഭാഗം ഗ്രേ മാറ്റർ അഥവാ കോർട്ടെക്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ സെറിബ്രത്തിൻ്റെ പുറംഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗ്രേ മാറ്റർ അഥവാ കോർട്ടെക്സ്. വെളുത്ത നിറമുള്ള ഉൾഭാഗം വൈറ്റ് മാറ്റർ അഥവാ മെഡുല എന്നറിയപ്പെടുന്നു. അപ്പം സെറിബ്രത്തിൻ്റെ ഉൾഭാഗമാണ് വൈറ്റ് മാറ്റർ അല്ലെങ്കിൽ മെഡുല.
നമുക്കറിയാം സെറിബ്രം 2 അർദ്ധഗോളങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഇടത് അർദ്ധഗോളവും വലത് അർദ്ധഗോളവും. ഈ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡികലയാണ് കോർപ്പസ് കലോസം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. ഏതാണ്? ബ്രോക്കസ് ഏരിയ. അപ്പോൾ ഈ ബ്രോക്കസ് ഏരിയയ്ക്ക് ക്ഷതം സംഭവിക്കുമ്പോഴാണ് സംസാരശേഷി നഷ്ടപ്പെടുന്നത്. ഈ വാഹനാപകടങ്ങളിലൊക്കെ തലയ്ക്ക് പരിക്കേൽക്കുന്നവർക്ക് സംസാരശേഷി നഷ്ടപ്പെടുന്നത് അവരുടെ ബ്രോക്കസ് ഏരിയയിൽ പ്രശ്നം വരുന്നതുകൊണ്ടാണ്. ഓർമ്മയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിൻ്റെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. നമുക്ക് പരിചയമുള്ളൊരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഒരാളുടെയോ പേര് കേൾക്കുമ്പോൾ തന്നെ ആ രൂപം നമ്മുടെ മനസ്സിൽ തെളിയില്ലേ? അതിന് സഹായിക്കുന്ന ഭാഗമാണ് വെർണിക്സ് ഏരിയ. അപ്പോൾ ഓർമ്മയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? വെർണിക്സ് ഏരിയ. ഓട്ടം, ചാട്ടം, നടത്തം അങ്ങനെ നമ്മുടെ അറിവോട് കൂടി നടക്കുന്ന എല്ലാ ഐച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. അടുത്തത് സെറിബെല്ലം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. അപ്പോൾ സെറിബ്രം കഴിഞ്ഞാൽ പിന്നെയുള്ള മസ്തിഷ്കത്തിലെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്നു. സെറിബ്രത്തിന് താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സെറിബെല്ലത്തിൻ്റെ മറ്റൊരു പേരാണ് ലിറ്റിൽ ബ്രെയിൻ. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു. സെറിബ്രത്തിലാണെങ്കിൽ ചുളിവുകളും അടക്കുകളുമാണ് കാണപ്പെടുന്നത്. സെറിബെല്ലത്തിൽ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് സെറിബെല്ലമാണ്. അപ്പോൾ സെറിബെല്ലത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലത്തിനെയാണ് മദ്യം ബാധിക്കുന്നത്. അതാണ് മദ്യപാനികൾ മദ്യം കഴിച്ചതിന് ശേഷം അവർ നടക്കുമ്പോഴും ഒക്കെ ഒരു ആട്ടം, അവർക്ക് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്താനായിട്ട് പറ്റാത്തത്. അടുത്ത ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിന് തൊട്ട് താഴെയായാണ് തലാമസ് കാണപ്പെടുന്നത്. തലാമസിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തലാമസ് ആവേഗങ്ങളുടെ ഒരു പുനഃപ്രസരണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ സെറിബ്രത്തിലേക്കും അതുപോലെ സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങളെ ശരീരത്തിലേക്കും പുനഃപ്രസരണം ചെയ്യുന്നൊരു പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തലാമസ് തടയുന്നു. അതുപോലെ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് എന്നാണ് തലാമസ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? അതായത് ശരീരത്തിലുണ്ടാകുന്ന പലവിധ ആവേഗങ്ങളുണ്ട്. അവയെ തരംതിരിച്ച് സെറിബ്രത്തിലേക്ക് കൊടുക്കേണ്ടതിന് സെറിബ്രത്തിലേക്ക് കൊടുക്കുകയും അതുപോലെ സെറിബ്രത്തിൽ നിന്ന് ശരീരഭാഗത്തേക്ക് എത്തിക്കേണ്ടതിന് ശരീരഭാഗങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് റിലേ സ്റ്റേഷൻ അഥവാ പോസ്റ്റ് ഓഫീസ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് തലാമസ്. നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളെല്ലാം പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടാത്തത്. അടുത്തത് ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ട് താഴെയായി കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഇനി ഹൈപ്പോതലാമസിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ തന്നെ ശരീരോഷ്മാവ്, ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എന്നിവ നിയന്ത്രിക്കുന്നതും ഹൈപ്പോതലാമസ് ആണ്. കൂടാതെ വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിനും ഹൈപ്പോതലാമസ് സഹായിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഹൈപ്പോതലാമസിൻ്റെ പ്രധാന ധർമ്മങ്ങൾ? ആന്തര സമസ്ഥിതി പരിപാലനം, ശരീരോഷ്മാവ് നിയന്ത്രിക്കൽ, ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കൽ, വിശപ്പ്, ദാഹം തുടങ്ങിയവ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. മെഡുല ഒബ്ലോംഗേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല ഒബ്ലോംഗേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം, ആമാശയരസങ്ങളുടെ സ്രവണം, ഛർദി, തുമ്മൽ, ചുമ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് മെഡുല ഒബ്ലോംഗേറ്റയുടെ പ്രധാന ധർമ്മം. അപ്പോൾ എന്താണ് മെഡുല ഒബ്ലോംഗേറ്റയുടെ ധർമ്മങ്ങൾ? അനൈച്ഛിക പ്രവർത്തനങ്ങളായ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം, ആമാശയരസങ്ങളുടെ സ്രവണം, ഛർദി, തുമ്മൽ, ചുമ തുടങ്ങിയവയെ നിയന്ത്രിക്കുക.
മിഡിൽ ഓംബ്ലാങ്കേറ്റയിൽ ഏൽക്കുന്ന ക്ഷതം പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു. കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മിഡിൽ ഓംബ്ലാങ്കേറ്റാണ്. പ്രത്യേകിച്ച് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, അതുപോലെ രക്തക്കുഴലുകളുടെ സങ്കോചം ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് മിഡിൽ ഓംബ്ലാങ്കേറ്റ ആയതുകൊണ്ട് മിഡിൽ ഓംബ്ലാങ്കേറ്റയ്ക്ക് ഏൽക്കുന്ന ക്ഷതം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം താറുമാറാക്കും. അത് നമ്മുടെ പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിക്കും. പോൺസ് മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകോശങ്ങൾ ചേർന്നതാണ് പോൺസ്. മസ്തിഷ്കകാണ്ഡം 3 പ്രധാന ഭാഗങ്ങൾ ചേർന്നതാണ് മസ്തിഷ്കകാണ്ഡം. മധ്യമസ്തിഷ്കവും പോൺസും മിഡിൽ ഓംബ്ലാങ്കേറ്റയും ചേർന്നതാണ് മസ്തിഷ്കകാണ്ഡം എന്നറിയപ്പെടുന്നത്. സുഷ്മ്ന മിഡിൽ ഓംബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണുന്ന ഭാഗമാണ് സുഷ്മ്ന എന്നറിയപ്പെടുന്നത്. സുഷ്മ്ന നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സുഷ്മ്നയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. മെനിഞ്ചസ് തന്നെയാണ് മസ്തിഷ്കത്തെയും ആവരണം ചെയ്തിരിക്കുന്നത്. ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. സുഷ്മ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. സെറിബ്രത്തിലാണെങ്കിൽ ബാഹ്യഭാഗത്ത് ഗ്രേ മാറ്ററും ആന്തരഭാഗത്ത് വൈറ്റ് മാറ്ററുമാണ്. സുഷ്മ്നയിൽ നേരെ തിരിച്ചാണ്. സുഷ്മ്നയിൽ നിന്ന് 31 ജോഡി നാഡികൾ ഉത്ഭവിക്കുന്നുണ്ട്. എത്ര ജോഡി നാഡികളാണ് സുഷ്മ്നയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? 31 ജോഡി നാഡികൾ. സുഷ്മ്നയുടെ നീളം 45 സെൻറ്റിമീറ്ററാണ്. നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷ്മ്നയാണ്. സുഷ്മ്നയുടെ ഛേദമാണ് ചിത്രത്തിൽ കാണുന്നത്. അതിലെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സെൻട്രൽ കനാല്, ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ. സുഷ്മ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാലിലാണ് സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുഷ്മ്നയുടെ സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവം. നവജാത ശിശുക്കളിൽ സുഷ്മ്ന നട്ടെല്ലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു. എന്നാൽ മുതിർന്നവരിൽ നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ സുഷ്മ്ന കാണപ്പെടുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നട്ടെല്ല് വളരുന്നതനുസരിച്ച് സുഷ്മ്ന വളരുന്നില്ല. വലിയ ആൾക്കാരിൽ നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെയേ സുഷ്മ്ന കാണപ്പെടുന്നുള്ളൂ. സുഷ്മ്നയുടെ പ്രധാന ധർമ്മം വിവിധ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് സംവഹിക്കുക എന്നതാണ്. അപ്പോൾ എന്താണ് സുഷ്മ്നയുടെ പ്രധാന ധർമ്മം? ശരീരഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോവുക. ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നതാണ് ഓരോ സുഷ്മ്ന നാഡിയും. നമ്മളിപ്പോൾ പഠിച്ചു 31 ജോഡി സുഷ്മ്ന നാഡികളുണ്ട്. അതിൽ ഓരോ സുഷ്മ്ന നാഡിയും ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്നാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷ്മ്നയിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ് സംവേദ ആവേഗങ്ങൾ? അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ. അത് ഡോർസൽ റൂട്ടിലൂടെ സുഷ്മ്നയിൽ പ്രവേശിച്ച് നമ്മുടെ തലച്ചോറിലേക്ക് പോകേണ്ടതാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ കാലിൽ ഒരു മുള്ള് കൊള്ളുകയാണെങ്കിൽ അത് മുള്ള് കൊണ്ടു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കാലിൽ നിന്ന് ആവേഗങ്ങൾ സുഷ്മ്ന വഴി തലച്ചോറിൽ എത്തിച്ചേരുമ്പോഴാണ്. ഇനി കാലിൽ മുള്ള് കൊണ്ടു, അപ്പോൾ നമുക്ക് കാല് പുറകോട്ട് വലിക്കണമല്ലോ. അതിനുള്ള പ്രേരക ആവേഗങ്ങൾ തലച്ചോറിൽ നിന്ന് സുഷ്മ്നയിലെ വെൻട്രൽ റൂട്ടിലൂടെ ശരീരത്തിൽ നമ്മുടെ കാലിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ കാല് വലിക്കുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷ്മ്നയിൽ പ്രവേശിച്ച് അവിടുന്ന് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് പോവുകയും മസ്തിഷ്കത്തിൽ നിന്ന് പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്ക് ശരീരഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതുകൂടാതെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നതും സുഷ്മ്നയുടെ ധർമ്മമാണ്. അപ്പോൾ എന്താണ് റിഫ്ലക്സ് പ്രവർത്തനം? ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായിട്ട് നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് തീയിൽ സ്പർശിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലിൽ മുള്ള് കൊള്ളുമ്പോൾ കാല് വലിക്കുന്നത്. ഇതൊക്കെ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മസ്തിഷ്കവും മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ മസ്തിഷ്കത്തിൻ്റെ പ്രധാന ധർമ്മങ്ങളും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക.
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.